നീ തേർഡ് റണ്ണറപ്പ്. നീ ഇവിടെ 2 ആഴ്ച തോറ്റുപോയി. എന്നെ പോലെ നെഗറ്റീവ് വന്നിട്ട് അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്തോ നീ ഇത് കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ. സത്യം പറയട്ടെ, അത് നിന്റെ തോന്നലാണ്. മനസ്സിലതൊരു കരട് പോലെ. സൈബർ അറ്റാക്ക് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായി. അറ്റാക്ക് ചെയ്ത് മടുത്തിട്ട് ഓട്ടെന്ന് വെച്ചു. സത്യമാണ്, നീ അത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ മുഖം മാറി. നീ ക്ലിയർ ചെയ്തല്ലേ, പിന്നെ എന്തിനാ നിനക്ക് വിഷമം വന്നേ? ആർക്കും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടം നിനക്കറിയാലോ. ഞാൻ കളിയാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ കളിയാക്കുക നിന്നെ? അവൻ എന്ത് നിന്നെക്കാളും തെറി അവന് കിട്ടി. അവനെ നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ ചേട്ടൻ എന്നിട്ട് പറഞ്ഞില്ലേ ഗസ്റ്റ് ആയിട്ട് വരൂന്ന്. അതാ ഞാൻ പോയി. സത്യം പറയാലോ, അവൾ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഗസ്റ്റ് ആയിട്ട് പോവാം. അപ്പൊ എന്നെ വിളിച്ചിരുന്നു ഗസ്റ്റ് ആയിട്ട് പോവാൻ. പക്ഷെ ഇവിടെ അകത്ത് പോയി ചെയ്തുകൊണ്ട് കാര്യം വെച്ച് നോക്കിയപ്പോ ഗസ്റ്റ് ആയിട്ട് പോയി അവിടെ നിന്നുള്ള ആൾക്കാർ എന്നെ അടിക്കുന്നു. പോയില്ല. നീ മസ്താനിയുടെ കൂട്ടുകാരല്ലേ? some years ഇവങ്ക വന്ന് കേരളയുടെ CM ആയിടുവേ. അങ്ങനെ നീ തിരിച്ച് ബിഗ് ബോസ് കയറി എന്റെ ഹോൾഡ് വെച്ച് തന്നെ വിന്നർ ആക്കും. ആ ഒരു ആഗ്രഹം ഞങ്ങൾ ചാറ്റ് ജിപിടിനോട് പറഞ്ഞിട്ട് ചാറ്റ് ജിപിടി ഞങ്ങൾ പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ആവുന്ന ലോകത്തിൽ ആദ്യത്തെ CM പറഞ്ഞ് ആവും. എന്നിട്ട് വേണം ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരാൻ. ശുപാർശ ഞങ്ങളിപ്പോ ശുപാർശയൊക്കെ തന്ന ബന്ധത്തിന്റെ പേരിൽ സ്വീകരിക്കും. എത്ര പടം ഞാൻ പറഞ്ഞടാ. എന്റെ അറിവിൽ അശ്വന്ത് ഒരു ചില്ലി കാശ് വാങ്ങാത്ത ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അശ്വന്ത് ഒരു പൈസയും അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ ആൾക്കാർ നിരന്തരമായ അശ്വന്തിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എക്സ്പ്ലോർഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണോ സിനിമ ചെയ്യുന്നത്, ഇങ്ങനെയാണോ ഇതായിരുന്നത്. അത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വരെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എത്രയോ പേരെ, എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞാൻ എന്ത് കുന്തും സിനിമയാന്ന് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ നോർമലി സ്പോട്ടിഫൈ വെക്കും. എന്നെ പ്രേമിയൊന്നും അല്ല, ഇടയ്ക്ക് ആഡ് വരും. ഫുള്ള് ഞാൻ ചേട്ടൻ്റെ ആഡ്. പിന്നെ മറ്റേ ബോർഡിലൊക്കെ കണ്ടിട്ടില്ലേ സെപ്റ്റിക് ടാങ്ക് പരസ്യത്തിന്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്കിന്റെ ബോർഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് LDF-ന്റെ ബോർഡ് വെക്കുന്നത്. ആ ഫ്ലക്സ് വെച്ചവൻ ഒന്നുകിൽ UDF-ഓ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരിക്കും. ഒരിക്കലും ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വിവാ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ധ്യാൻ ചേട്ടൻ, പ്രൊഡ്യൂസർ അനീഷ് ആൻഡ് അഭിഷേക്. ഹലോ, വെൽക്കം. ഈ വിവാഹം അല്ലേ? എന്താ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരിട്ടെ? ഒന്നുമില്ല, വിവാഹത്തിന്റെ അറ്റത്ത് ഉമ്മെടുത്ത് മാറ്റിയത്. അപ്പൊ വിവാഹ്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ വിവാ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഈ 2 കുത്തിന് എന്നൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മലയാളം പഠിക്കണം. സെലിബ്രിറ്റി സീനിയറാ. ഇത് 6, ഞാൻ 7. പക്ഷെ ഞാൻ എന്റെ കഴിഞ്ഞ പടത്തിന് പ്രൊമോഷന് ബിഗ് ബോസിൽ പോയപ്പോ ഇവളവിടെ തോക്കാറായി നിൽക്കുന്നത് ആ പടത്തിൽ എനിക്ക് ആക്ച്വലി ഒരു കേട്ടില്ല. ഇവള് തോൽക്കാരായി നിൽക്കുമായിരുന്നു. ഞാൻ ഇറങ്ങി പക്ഷെ ആ പടമില്ലേ, ഞാൻ എനിക്കതില് എനിക്ക് പറയാൻ ഞങ്ങളുണ്ടല്ലോ. ഞാൻ 3rd റണ്ണർ. ഞാൻ ഫൈനലിൽ പോയി 3rd റണ്ണർ. ഇവിടെ ഇടയ്ക്ക് പോയി 2ാമത്തെ ആഴ്ച തോറ്റു. പക്ഷെ എന്റെ റീ എൻട്രി എന്നെ പോലെ നെഗറ്റീവ് വന്നിട്ട് അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്തോ നീ ഇത് കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ എവിടെയില്ല. പക്ഷെ നീ റീ എൻട്രി ബിഗ് ബോസിലല്ലോ, നാട്ടിലല്ലേ നടത്തി? അല്ല, ബിഗ് ബോസില്
ബിഗ് ബോസ് റീഎൻട്രി ചെയ്താ റീഎൻട്രി ചെയ്തു. അവസാനം എല്ലാരും കൂടെ പോകുമ്പോ എല്ലാരും കയറി പോകുന്നല്ലേ അതാണ് പക്ഷേ തോറ്റവരെല്ലാം വിളിച്ച് തിരിച്ചു കയറ്റുമല്ലോ. പക്ഷെ എന്നെ നെഗറ്റിവിറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടല്ലേ വന്നേ. തോറ്റില്ലേ? ധ്യാൻ ചേട്ടാ അല്ല എന്റെ സംശയം എന്ന് വെച്ചാ വേണ്ട, നമുക്ക് സിനിമയെ കുറിച്ച് സംശയം നീ തേർഡ് റണ്ണറപ്പ്, നീ ഇവിടെ 2 ആഴ്ച തോറ്റുപോയി. ഞാൻ ലാസ്റ്റിലെ പക്ഷെ ഇവരൊരു പടം പ്രമോട്ട് ചെയ്യാനാ വന്നേ. അവൻ റണ്ണറപ്പുമായി അടുത്ത സീസണിൽ വന്ന് പടവും പ്രൊമോട്ട് ചെയ്തിട്ട് പോയി. നീ എന്താ ചെയ്ത അവിടെ എന്നുള്ളത് നമുക്കല്ല, അതിന് ചരിത്രമാണ്. പക്ഷെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടാ വന്നത്. അത് സത്യം പറയട്ടെ, അത് നിന്റെ തോന്നലാണ്. മനസ്സിലതൊരു കരട് പോലെ എല്ലാവർക്കും പാവം തോന്നി. ഇവിടെ സൈബർ അറ്റാക്ക് ചെയ്ത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. അറ്റാക്ക് ചെയ്ത് മടുത്തിട്ട് വോട്ടെന്ന് വെച്ചിട്ട് അസ്താനി സത്യമാണ്, നീ അത് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ മുഖം മാറി, നീ എല്ലാം ക്ലിയർ ചെയ്തല്ലേ, പിന്നെ തന്നെ നിനക്ക് വിഷമം വന്നേ? അയ്യോ നീ വീണ്ടും ക്ലിയർ ചെയ്യണം വസ്തു. ഇത് നീ ശരിക്കും കരയാണോ? അയ്യോ എത്രേ ഉള്ളു കേട്ടോ. നീ നോക്ക് അവിടെ വരെയുള്ള ആശ്വസിപ്പിക്കേ പോടാ പട്ടിന്ന് അവനെ വിളിച്ചിട്ട് നീ എന്നെ വിളിക്കുന്നതൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നെ വിളി, എന്നെ ചെയ്ത് വിളിച്ചോ. വിഷമം വന്നോണ്ട് എന്താ പ്രശ്നം? എന്താ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ പറഞ്ഞാണ്. ആർക്കും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടമാണ്, നിനക്കറിയാലോ. ഞാൻ കളിയാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ കളിയാക്കുക തന്നെ? ഒന്നും ഇഷ്ടമല്ല തന്നെ. നമ്മളിത് ഫണ്ണായിട്ട് എടുക്കാൻ വിചാരിച്ചു. പിന്നെ കയ്യിൽ പോണ്ട് ചീത്തമായിട്ട് എന്റെ പേര് നമ്മളെന്ത് അത് മുത്തല്ലേ? ശരി, അത് വിടും. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അവൻ എത്രയും തേർഡ് റണ്ണർ അതിന്റെ പേരിലല്ലേ നിനക്ക് വിഷമം വന്നു. നീ കുറച്ചുകൂടി ഡിസേർവിംഗ് ആണെന്ന് നിനക്ക് തോന്നി. അവൻ അതൊരു യോഗ്യതയില്ല. അവൻ നിന്റെ തിരിച്ചെടുക്കൂട്ടാ ഞാൻ കപ്പ്. ഇനി നമുക്ക് അവരെ കരയിപ്പിക്കാതെ. അവൻ എന്ത് നിന്നെക്കാളും തെറി അവന് കിട്ടി. അവനെ നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ കേറി പോകുന്നില്ല സൈബർ അറ്റാക്ക്. അതെനിക്ക് അതിനെ കുറിച്ച് പറയുമ്പോ വിഷമം. പിന്നെ നിനക്ക് വിഷമം സന്തോഷമുള്ള കാര്യം മാത്രം പറയാം. എന്തായാലും ഇത് ഇടും ഇവര്, എന്തായാലും ഇത് കട്ട് ചെയ്ത് വരും. ഓർമ്മയില്ല ഞാൻ കരയിപ്പിക്കുന്നത്. അവസാനം എന്റെ ഫാൻസ് ഒക്കെ ഇവിടെ എന്നെ തെറി വിളിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ CM ഒക്കെ അവാർഡ്. പക്ഷെ എന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അറിയാമോ? എന്നെ ഏത് ഇതിനകത്തും പരിപാടിയിൽ എന്തിനാണെങ്കിൽ എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളത് അല്ലേ? കാര്യമാണ് അവർക്ക്. പക്ഷെ എനിക്ക് അവിടെ തിരിച്ചതേ കാര്യം. എന്നിട്ട് ഞാൻ ഇവിടെ 100 തവണ പോയി അവിടെ പോണ്ടാന്ന് എന്റെ വാക്ക് ഞാൻ പറഞ്ഞു. നീ പോവല്ലേ മുത്തേ പറഞ്ഞോ? ഞാനാ പ്രത്യേകിച്ച് നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എന്റെ വാക്ക് കിട്ടില്ല. ലാസ്റ്റ് വരെ പറഞ്ഞു പോകണ്ടെന്ന്. എനിക്ക് തുടങ്ങാം. പക്ഷെ ധ്യാൻ ചേട്ടൻ അത്ര മൂത്തിട്ടില്ലല്ലോ. ഈ ഇങ്ങനൊരു സ്റ്റോറി ഞാൻ അഭിഷേകേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പരിപാടീസ് സിനിമയുടെ കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു സ്റ്റോറി എഴുതാനുള്ള ഒരു പ്രചോദനം, ഇതിൽ ഏതാ ചേട്ടന്റെ ഒരു റിയൽ ലൈഫായിട്ടൊരു ബന്ധം? ഇതിനകത്ത് 4 കല്യാണം കഴിച്ചവരാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചില്ല എന്നല്ലേ ഉള്ളൂ. അതൊരു കുത്തിയുള്ള പെണ്ണുണ്ടോ? ഉണ്ട്. അതിന് പ്രശ്നമില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരുടെ കഥകൾ ഇങ്ങനെ ഞാൻ എഴുതിയേ ഉള്ളൂ. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ത്രീകളെ കാണാറുണ്ട്. ആ സ്ത്രീകളായിട്ടുള്ള അവരുടെ ജീവിതമാണ് ഇതിനകത്ത് സിനിമ വന്നത്. അപ്പൊ ഇത് കാണുന്നവർക്ക് ഇത് എന്റെ ജീവിതമായിട്ട് ഒരു ബന്ധം ഉണ്ടല്ലോ എന്നുള്ള തോന്നൽ പെൺകുട്ടികൾക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഒരു ഫാമിലി ഡ്രാമ സ്ലോ പേസ്റ്റ് നമ്മൾ എഴുതി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ധ്യാൻ ചേട്ടനാണ് അതിന്റെ മെയിൻ.
അല്ല, അല്ല. ഞാനാണ് സൈഡ്, ഇവനാണ് മെയിൻ. സൈഡ് റോൾ ചെയ്യുന്നത്. പക്ഷെ ട്രെയിലറിൽ ഫുൾ ധ്യാൻ ചേട്ടനാ. അതങ്ങനെയല്ലേ ഉള്ളൂ. മാർക്കറ്റിംഗ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഞാൻ പറയാൻ സ്ത്രീകളുടെ കഥയാണ്. അപ്പൊ ഇതിനകത്ത് ഞങ്ങളെല്ലാം ഒരു പാർട്ട് മാത്രമാണ്. അനീഷേട്ടനായിക്കോട്ടെ, ധ്യാൻ ചേട്ടനായിക്കോട്ടെ, ഞാൻ എല്ലാം ഇവിടെ ഒരു സ്ത്രീ പോലും ഇരിക്കാതെ ഞങ്ങൾ 4 പേര് വന്ന് ഇവിടെ വാദപരാതെ നമ്മളൊരു ഹീറോയിൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നപ്പോ ആളെ കാണുന്നില്ല. ഒതുക്കി. ഇതാണ് പവർ ഗ്രൂപ്പ്. അല്ല, ഇവനൊതുക്കി എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും ആയിട്ടില്ല. ഇത് പവർ ഗ്രൂപ്പ്. ഇപ്പൊ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പവർ ഗ്രൂപ്പാണ്. ഭാവി CM ആണ്. ഭാവി CM ആണ്. അമ്മ പ്രസിഡന്റ്, എന്തൊക്കെ വേണം. ശരിക്കും CM ഇനി ആ കളിയാക്കി നീங்க ഉட்கார்றது ഇപ്പൊ തമിഴിലെ വിജയ് വന്ന മാതിരി കേരള ആഫ്റ്റർ സം ഇയേഴ്സ് ഇവങ്ക വന്ന് കേരളയുടെ CM ആയിടുവേ. അങ്ങനെ നീ തിരിച്ച് ബിഗ് ബോസ് കയറി എന്റെ ഹോൾഡ് വെച്ച് എന്നെ വിന്നറാക്കും. എന്നാ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം. ഇൻ ദ ഫിലിം പ്രൊഡ്യൂസ് മലയാളത്തിൽ പറയാം. എങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ധ്യാൻ ചേട്ടനാണോ സ്ക്രിപ്റ്റ് ആണോ? സ്ക്രിപ്റ്റ് അതെന്നെ കേൾവി. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാണ് വന്നത്. അതിനുശേഷം ഒന്നൊന്നാട് ആഡ് ചെയ്തപ്പോ നല്ല കോൺഫിഡന്റ് വന്നു. ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ നട്ടല്, ഞങ്ങളുടെ ധ്യാൻ ചേട്ടൻ. എല്ലാ പ്രതീക്ഷയുടെ ധ്യാൻ ചേട്ടന്റെ തലയിൽ വരുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? അതെന്റെ തലയിൽ വെച്ച് പോകാനുള്ള അവന്റെ സൈക്കോളജിക്കൽ ഇതാണ്. എന്റെ എന്നാലും അവന്റെ ഭാവി സുഭദ്രം ഞങ്ങളുടെ അല്ല. ഇത് അവൻ അത് അത്യാവശ്യം നന്നായിട്ട് അവനെ എഴുതിയിട്ട്, കാരണം ഇതൊരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സ്വാഭാവികമായും ചേട്ടനത് ഇഷ്ടപ്പെടണമെങ്കിൽ അതിലൊരു എഴുത്തിലൊരു കാര്യമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമകൾ നമ്മൾ എന്തായാലും ചെയ്യില്ല. അപ്പൊ എന്റെ ഇതായിക്കോട്ടെ, എനിക്ക് ഇത്തരം ആൾക്കാരെ എനിക്കറിയാം, സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കപ്പിളുകളെ എനിക്കറിയാം, എനിക്ക് അടുത്തറിയാവുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏരിയയിൽ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വിപരീതമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഞാനുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ പോലും എനിക്ക് അത്തരം ആൾക്കാരെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഇത് അപ്പം അത്തരത്തിലുള്ള കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എവിടെയെങ്കിലുമൊക്കെ സിനിമ കാണുന്ന ഫാമിലി ഓഡിയൻസിന്, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് എഴുതിയ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല, അവൻ പറഞ്ഞ പോലെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ അവൻ ചുറ്റും കാണാണല്ലോ ഇതുപോലത്തെ കാഴ്ചകളും ഇതുപോലത്തെ ആൾക്കാർ. നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ എല്ലാവരും പലരും കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തത്. ഇതിലൊരു കുറച്ച് ഭയങ്കര റൊമാൻറ്റിക് പരിപാടിയല്ലേ ട്രെയിലർ കണ്ടപ്പോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കി ട്രെയിലർ. കൂടുതൽ റൊമാൻറ്റിക് ആയി അടി കിട്ടും. ഞാൻ റൊമാൻറ്റിക് ക്യാരക്ടർ കുറെയൊക്കെ റൊമാൻറ്റിക് ആയി വന്നങ്ങ് ഒരു സൈക്കോണ് ക്യാരക്ടർ. അത് പിന്നെ ജീവിതത്തിൽ ചോദിച്ചേ ക്യാരക്ടർ നിങ്ങളാണ് അല്ലേ? സൈക്കോ എന്ന് മാത്രല്ലേ പറഞ്ഞോളൂ. ഞാൻ അത് ക്ലിയർ ഓക്കെ. ഇപ്പൊ ശരിക്കും ഭാവിയിൽ ഒരു ധ്യാൻ ചേട്ടൻ CM ആവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതിന് വേണ്ടിട്ട് ഒരു ഇടാലാണോ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന എന്തോരം AI വീഡിയോസ് വരുന്നുണ്ട് ധ്യാൻ ചേട്ടൻ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഒന്ന് ചെയ്യട്ടെ ഞാൻ. ധ്യാൻ ശ്രീനിവാസൻ ഇത് ഞാൻ പറയട്ടെ, ഇത് ഇപ്പം നമ്മള് സിനിമയിൽ നിന്ന് ഒരാള് അവിടെ വിജയ് അല്ലെങ്കിൽ അദ്ദേഹം CM ആയപ്പോ ഇവിടെ എൻ്റെ കൂട്ടുകാരനായ അജു വർഗീസ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, നമ്മുടെ സിനിമയിൽ ഒരാൾ CM ആയി, ഇത് നാട്ടിലാരെ CM ആക്കാം, അതേപോലെ CM ആക്കാന്ന് പറഞ്ഞപ്പോ പുള്ളി നോക്കിയപ്പോ എന്നെ കണ്ടുള്ളൂ. ഓക്കെ, ഇവനെ CM ആക്കിയല്ലോ. പുള്ളി മറ്റേ കിങ് മേക്കർ ആണല്ലോ, പുള്ളി ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ആക്കാനുള്ള ത്വരയുണ്ട് പുള്ളി. അപ്പൊ പുള്ളി വെച്ചിരുന്ന പിന്നെ ഇവനപ്പം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇപ്പൊ നമ്മൾ CM ആയാലോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ആവാലോ എന്ന് പറയുന്നു. ഞാൻ ഓൾറെഡി ആവാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ ഓക്കെ നമുക്ക് എന്നാ പിന്നെ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് CM ആയിട്ട് പതുക്കെ തുടങ്ങാം. ഓക്കെ ശരി, നിങ്ങൾ വെക്കുന്നു. ഇത് രണ്ട് മണ്ടന്മാര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് നിങ്ങൾ പുറമേ നിന്ന് കേൾക്കുന്ന ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ ഈ വിവരദോഷികൾ എന്താണ് ഈ പറയുന്നത് ചിന്തിക്കുക. ഓക്കെ, പക്ഷെ ഞങ്ങളായോണ്ട് പറയാൻ പറ്റില്ല.
മനസ്സിലായില്ലേ? ഞങ്ങള് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ അത് നമ്മളായിരിക്കും. അതുപോലെ കാര്യം. അപ്പൊ ആവുന്നർത്ഥം. പക്ഷെ ഇത് അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടെ ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരി. ഏത് ഒന്നും ഈ മണ്ടൻ എന്നെ അടിച്ചു കൊല്ലും, അല്ല ഞാൻ ആ മണ്ടൻ അടിച്ചു കൊല്ലും. അപ്പൊ മിക്കവാറും ഏതെങ്കിലും ഒരാൾ ജയിലിലായിരിക്കും. എന്റെ ഭാവി എങ്ങനെയാവും? ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ മറ്റേ വടക്കൻ സെൽഫിൽ ഷാജി ഉണ്ടല്ലോ, കഴിവില്ലാത്തവന് കഴിവുണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവസാനം ഞാൻ എവിടെയെങ്കിലും ഇതേപോലെ അല്ല. ഇതൊക്കെ തമാശയല്ലേ, ഇതൊക്കെ നമ്മൾ അതിന് ആ സെൻസിൽ എടുത്താൽ മതി. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗ്രഹമൊന്നും തൽക്കാലത്തേക്കില്ല. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. അതായത് 2 സ്റ്റേറ്റിന് ആക്ടർ CM ആയി, ഇത് 3rd സ്റ്റേറ്റ് ആണ്. എല്ലാരും കൂടെ ഇതിപ്പോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുകയാണെങ്കിൽ അല്ല, ഞങ്ങള് കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു നമ്മുടെ ഫ്രറ്റേണിറ്റി തന്നെയുള്ള രമേശ് ഏട്ടൻ ഇന്ന് MLA ആണ്. രമേശ് ഏട്ടൻ അടുത്ത ടേം ഒക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മിനിസ്റ്റർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. സോ അതുകൊണ്ട് ഇന്നതൊന്നും ഇപ്പം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ, സെൻട്രൽ മിനിസ്റ്റർ അല്ലേ. അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. താടിയൊക്കെ വെച്ചിട്ട് പ്രൈം മിനിസ്റ്റർ ആയാലും പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഈ ചെറുപ്പത്തില് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാണല്ലോ പറയാറ്. അപ്പൊ പണ്ടേ നവ്യ ചേച്ചിനോട് ക്രഷ്, പിന്നെ നവ്യ ചേച്ചിന്റെ കൂടെ ഇനോഗ്രേഷൻ ചെയ്ത് അതാരും പറഞ്ഞില്ല. ഒന്ന് തമിഴ്നാട് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിനിമയും രാഷ്ട്രീയവും പല രീതിയിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ പലപ്പോഴും അവിടുത്തെ സിനിമയും രാഷ്ട്രീയവും ഭയങ്കര കണക്റ്റഡ് ആണ്. ഓക്കെ, അവിടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കരുണാനിധി മുതൽ MGR മുതൽ ജയലളിത മുതൽ ഇവരൊക്കെ സിനിമയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്സും സിനിമയും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ സിനാരിയോ അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇവരൊരു സിനിമയിൽ നിന്ന് വന്നിട്ട് ആരും തന്നെ മുഖ്യമന്ത്രിയാവുകയോ, മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്, പക്ഷെ മുഖ്യമന്ത്രിയാവുകയോ ആ ലെവലിലേക്ക് ആരും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജനങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടമുണ്ടാവുന്ന ആൾക്കാർക്ക്, ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഇപ്പം എത്രയോ ഇതിന് മുന്നേയും പ്രീവിയസ് ആയിട്ട് എത്രയോ നടന്മാര് മത്സരിച്ച് ജയിച്ച ആൾക്കാരുണ്ട്, തോറ്റ ആൾക്കാരുണ്ട്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ഇത് നടന്മാരാണ്, അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പം ഞാൻ നാളെ പാർട്ടി തുടങ്ങിയിട്ട് സ്വന്തമായി CM ആയി നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതൊന്നും നടക്കൂല. അത് തമിഴ്നാട്ടിൽ നടക്കും. ഇവിടെ റൂട്ടഡായി നിൽക്കുന്ന 2 സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി ഉണ്ട്. ഒന്ന് LDF-ഉം ഒന്ന് UDF-ഉം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാം. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരു താല്പര്യം, ഇപ്പൊ ഈ ഇലക്ഷന് വന്നപ്പോൾ എനിക്കൊരു മത്സരിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം വന്നിരുന്നു, എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നമ്മൾ റൂട്ട് ലെവലിൽ നിന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്താനും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് നമ്മളിതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വലിയ കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ നമ്മൾ എത്രത്തോളം ജനകീയനാണെന്നുള്ളതും വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, മനസ്സിലായില്ലേ? അതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക, ഇവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് പൊളിറ്റിക്സ് പഠിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. നേരെ പോയിട്ട് നാളെ പോയിട്ട് MP ആവുക, MLA ആയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അതേപോലെ തന്നെ ജനങ്ങൾ അറിവില്ല വന്ന ആൾക്കാരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അത് ഒരു നേരത്തെ തന്നെ തുടങ്ങിയിടണം അതിനെക്കുറിച്ച്. ഇപ്പം രമേശ് ചേട്ടനൊക്കെ എത്രയോ പൊതുവേദികളിലും UDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ക്യാമ്പയിനൊക്കെ പല പരിപാടികളിലും പങ്കെടുത്ത് ചെറുപ്പം മുതലെയുള്ള രാഷ്ട്രീയം തുടർന്ന് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ഈ ലെവലിൽ നിന്നുകൊണ്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കി എന്നോട് ഇത്തവണ അങ്ങനെ ഒരു മത്സരിക്കാനൊരു അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതിനുള്ള താല്പര്യമില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് നമ്മൾ റൂട്ട് ലെവലിൽ നിന്നിട്ട് അതിനെ പഠിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു താല്പര്യം തോന്നുവാണെങ്കിൽ അന്ന് വരാമെന്ന് പറഞ്ഞ ഇത്തവണ നിന്നൊക്കെ ഒരവസരം കിട്ടിയിരുന്നു. ഏത് പാർട്ടിക്കാന്നൊന്നും പറയില്ല, പക്ഷെ ഒരവസരം വന്നിട്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടെ ഇയാളെ ആൾക്കാർക്ക് അതൊരു ഫേസ് ആണല്ലോ, അവർക്ക് വേണ്ട ഒരു ഫേസ് ആണ്. ഓക്കെ, ഇയാളെ കുറച്ച് പേർക്ക് ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ളൊരു ചിന്ത ഇയാൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. നമ്മൾ അതിന് പോയി നിന്നതിന് ശേഷം പിന്നെ ഒരു നാട്ടുകാർക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പൊതുപ്രവർത്തകൻ, ഒരു MLA ആവണമെന്നോ MP ആവണമെന്നില്ല. അത് നമുക്കൊന്നുമില്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും
ചെയ്യാം. ഓക്കെ, അറിയോ? അല്ല ഈ ഇലക്ഷനാണ് തോന്നുന്നു ഏറ്റവും സെലിബ്രിറ്റീസ് ചെയ്യുന്നല്ലേ? സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സ്. നിന്നായിരുന്നോ? ഞാനാ ഇല്ലേ? അതൊന്നും അറിയില്ല തോറ്റെങ്കില്. നിക്കണേ. നമ്മുടെ ബിഗ് ബോസ് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പൊ അടുത്ത പ്രതീക്ഷ എനിക്ക് ഇവിടെ ഉണ്ട്. പറയാൻ പറ്റില്ല, അടുത്തൊരു 5 വർഷം കഴിഞ്ഞാൽ നീ ഇവിടുത്തെ MLA ആയിട്ട് മത്സരിച്ച് ചിലപ്പോ ജയിച്ചാലോ. അല്ല, നമ്മുടെ ബിഗ് ബോസിൽ കുറെ പേര് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇലക്ഷനിൽ ഞാൻ മസ്താനിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. എറണാകുളം. എന്തുകൊണ്ട്? എന്തിനാ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ? ഇല്ല. ഇഷ്ടമല്ലല്ലോ, അപ്പൊ തോക്കുമല്ലോ. ഫണ്ട് മേടിക്കുക. ആ അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് എവിടെയൊക്കെ എത്തി സംസാരിച്ചിട്ട് നീയാണ് CM ചോദ്യം ചോദിച്ചാ അപ്പൊ നമ്മൾ ഇതിലേക്കൊക്കെ അങ്ങനെ CM ആയാൽ എന്തൊരു നിയമം കൊണ്ടുവരും? നിയമോ എന്തൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന 5 കാര്യങ്ങൾ അതൊക്കെ ഓരോ കാലത്ത് അതിനനുസരിച്ചിട്ടുള്ള എന്താണോ അന്നത്തെ കാലത്ത് വേണ്ട മാറ്റങ്ങളല്ലേ. ഇപ്പൊ ഞാൻ കുറെ കൊല്ലം കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴേ പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോളിസി എടുത്ത് ഇപ്പത്തെ ആൾക്കാരെടുത്ത് കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇൻസ്റ്റഗ്രാം മൊത്തം ഇപ്പൊ ഒരു ഫിലിമിന്റെ അതായത് ഒരു ഫിലിമിന്റെ പൂജയ്ക്ക് വന്ന ആളുകളൊക്കെ ട്രോളി ഇടുന്ന ഒരു പൂജ ആദ്യമായിട്ടാണ് കാണുന്നത്. ട്രോളൊന്നും അല്ലത്. ഞാൻ ഒരിക്കലും ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് എന്റെ പ്രതിഷേധമാണ് അവർക്ക്. അപ്പൊ എന്നോട് നേരത്തെ പ്രതിഷേധിച്ചതാണല്ലേ? ഏത് നിന്നോടോ? ഞാൻ നർമ്മത്തിലല്ല നിന്നോട് പറഞ്ഞത്. നിന്നോട് വളരെ കാര്യമായിട്ടല്ലേ പറഞ്ഞത്. നിന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് നിന്നെ അറിയാവുന്ന. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരോട് അങ്ങനെയല്ലല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിനെ ചില രീതിയിൽ അവിടെ ഇവിടെ തൊടാതെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ആ നർമ്മത്തിൽ പൊതിഞ്ഞ് പറയുമ്പോൾ അത് അങ്ങനെ അങ്ങ് പോവും. അല്ലാതെ നമ്മൾ വളരെ ഓപ്പണായിട്ട് ഇതായിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് പലരും ഓഫൻഡഡ് ആവാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് പലതും. പക്ഷെ അതങ്ങനെ അങ്ങ് ഇവിടെ എവിടെയും തൊടാതെ അങ്ങ് പോയി. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാലോ ശരിയും തെറ്റും, എന്തൊക്കെ കളിയാക്കേണ്ട വിഷയങ്ങളുണ്ട്, അതൊക്കെ അറിയാലോ. എന്നെ ഇതേപോലെ തിരിച്ച് കളിയാക്കുന്നവരെ നമ്മള് വെൽക്കം ചെയ്യുന്നുണ്ട്. എന്റെ എല്ലാം കളിയാക്കരുത്. എന്തൊക്കെ സിനിമകൾ മുതൽ എല്ലാത്തിനും കളിയാക്കലല്ലേ. താഴെ കമന്റ് വായിച്ചാൽ തെറിവിളി ഉണ്ടാവും. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഭീകരമാണ്. തെറിവിളി ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തരം വേദികളിൽ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോവാൻ. ഇതിന് ചിലപ്പോൾ ചിരി കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൾക്കാർ ചിരിക്കണം എന്ന് നിർബന്ധമില്ല. ഏത് രീതിയിലും ആൾക്കാർക്ക് എടുക്കാം. ഇതിനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. അത് നർമ്മത്തിൽ പൊതിഞ്ഞ് പറഞ്ഞത് കൊണ്ട് ആൾക്കാർ അത് ഓക്കെ ഇവനായത് കൊണ്ട് വിട്ടുവെങ്കിൽ ആരും കാര്യമായിട്ട് എടുക്കാറില്ല. അങ്ങനെയല്ല. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ നീയും കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ എടുത്തു. നീ പോയി. അതാ പറഞ്ഞേ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും ഉള്ളിൽ ഡീപ്പർ ആയിട്ടുള്ള കുറെ അർത്ഥങ്ങളുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ആരോട് പറഞ്ഞു? എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, ധ്യാൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും ആളുകള് ആ ഒരു സെൻസ് എടുക്കാന്ന് വെച്ചാൽ 2 രീതിയിൽ എടുക്കാം. ഒന്നാ പോട്ടൻ എന്താന്ന് വെച്ചാൽ പറയട്ടെ എടുക്കാം. അങ്ങനെയാണ് ഒരു 90% ചിലപ്പോ എടുക്കുന്ന ആളുകൾ അവൻ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ എടുക്കാം. ചിലവര് ആ കുട്ടിയല്ലേ മോൻ, നമ്മുടെ കുട്ടൻ ധ്യാൻകുട്ടൻ പറഞ്ഞോട്ടെ എന്ന് വേണം പറഞ്ഞോട്ടെ, അങ്ങനെ എടുക്കുന്നത്. ചിലവര് അങ്ങനെ എടുക്കുന്ന ഒരു ശതമാനം ആൾക്കാരുണ്ട്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നീ എങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ്. അല്ല, ഞാൻ അങ്ങനെ എന്റെ കരിയർ വെച്ചിട്ട് എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ്. ഗുരു പറഞ്ഞ ഒരു കാര്യം നീ കേട്ടില്ലല്ലോ. ഗുരു ആകെ ഒരു കാര്യം പറഞ്ഞോളൂ. ഞാനൊന്നും പറഞ്ഞില്ല. ഗുരു പറഞ്ഞപ്പോ അവളെ വിചാരിച്ചു ഗുരുവിനെ രട്ടിക്കാണ്. അല്ലല്ല, ധ്യാൻ ചേട്ടൻ എന്നിട്ട് പറഞ്ഞില്ലേ ഗസ്റ്റ് ആയിട്ട് വരൂന്ന്. അതാ ഞാൻ പോയി. ഞാൻ സത്യം പറയല്ലോ, അവൾ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഗസ്റ്റ് ആയിട്ട് പോവാം. അപ്പൊ എന്നെ വിളിച്ചിരുന്നു ഗസ്റ്റ് ആയിട്ട് പോവാൻ. പക്ഷെ ഇവിടെ അകത്ത് പോയി ചെയ്തുകൊണ്ട് കാര്യം വെച്ച് നോക്കിയപ്പോ ഗസ്റ്റ് ആയിട്ട് പോയി അവിടെ നിന്നുള്ള ആൾക്കാർ എന്നെ അടിക്കുന്നു. പോയില്ല. നീ മസ്താനിയുടെ കൂട്ടുകാരല്ലേ? അങ്ങനെ അടി കിട്ടുന്ന പഠിച്ചിട്ട് വരാതിരുന്ന ഞാൻ. ഈ സീസൺ ഇല്ലല്ലോ. സപ്പോസ് ധ്യാൻ ചേട്ടന് ബിഗ് ബോസിൽ അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല.
ഭയങ്കര ടഫാണ് സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. ഫുഡ് മര്യാദയ്ക്ക് തരത്തില്ല, ഫുൾ ടൈം അടി ഉണ്ടാക്കണം. ഇത് അറിയാലോ, ഫുഡ് കിട്ടൂല, ഫുൾ ടൈം അടി ഉണ്ടാക്കണം. അടി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാര് സത്യം. ടോക്സിക് ഞാൻ ഉൾപ്പെടെ. ഞാൻ ആക്ച്വലി നല്ലതാ. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ധ്യാൻ ചേട്ടന് വേണ്ടി. നമുക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്യാം. എനിക്ക് ഇഷ്ടം. എനിക്ക് ബിഗ് ബോസ് കേൾക്കുമ്പോൾ ഒരു ട്രോമയാണ് ഇപ്പൊ ഞങ്ങൾക്കും. എനിക്ക് അറിയാവുന്ന ആരും ഇപ്പൊ ഈ സീസൺ കാണൂല. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വെറുതെ മൈ ധ്യാൻ എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കൊരു വാക്ക് മാത്രമല്ല, ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് കയറുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ ധ്യാൻ ചേട്ടനെ, അതായത് പ്രതിഷേധിക്കുന്ന ആൾക്കാരാണെങ്കിലും ധ്യാൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് എങ്ങനെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഞാനിത് കണ്ടിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഇൻസ്റ്റ മൊത്തം ധ്യാൻ ചേട്ടൻ തൂക്കി എന്ന് പറഞ്ഞിട്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ സിനിമ, ഇപ്പോൾ സിനിമ പല റിവ്യൂവേഴ്സ് ഉണ്ട്, പല ആൾക്കാരുണ്ട്. അശ്വന്തിന്റെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളൊക്കെ അശ്വന്റെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ ഇതിൽ പകുതിയോളം സിനിമാക്കാരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പകുതിയോളം ആ കാണുന്ന വ്യൂവേഴ്സിൽ നിങ്ങൾ കാണാറുണ്ട്, ഞാൻ കാണാറ്, എല്ലാവരും കാണാറുണ്ട്. നമ്മളൊരു പരിധി കൂടുതൽ അത് ആസ്വദിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രസന്റേഷൻ, പുള്ളി ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ആയിട്ട് സിനിമയെ അത് നാട്ടുമ്പുറത്തൊക്കെ നമ്മുടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ തല്ലു പോയി പടം എന്ത് മറ്റോ കയറി വരും പറഞ്ഞ പോലെ നമുക്ക് നാട്ടിലൊക്കെയുള്ള പിള്ളേര് പറയുന്ന പോലെ ഒരാൾ വന്നിട്ട് അല്ലാണ്ട് മറ്റേ അച്ചടി ഭാഷയിൽ ഈ സീനിൽ അങ്ങനെ ആയിരുന്നില്ല. അതല്ലല്ലോ, ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഒരാൾ റിവ്യൂ പറയാ. അയാളെ അതുകൊണ്ടാണ് അയാളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ. അതിൽ ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് ഞാൻ സിനിമ ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ റിവ്യൂ കാണുമ്പോൾ ഞാൻ അത് ആസ്വദിക്കുകയും എൻ്റെ സിനിമ വരുന്ന സമയത്ത് ഞാൻ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ആ സിനിമയെ കുറിച്ചാകുമ്പോൾ അതിനെ പേഴ്സണലായിട്ട് എടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്. എനിക്കും അയാളും തമ്മിൽ ഒരു വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളില്ല, എനിക്കിതില്ല. സ്വാഭാവികമായി ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് 3 വർഷം മുന്നേ ഞങ്ങൾ ഒരുമിച്ചൊരു ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ട്. ഇത്രയും ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രയും ജെന്റിലായിട്ടാണ് പുള്ളി സംസാരിച്ചത്. പുള്ളി അത്രയും ദൂരത്തുനിന്ന് വേണ്ടി ആ ഇന്റർവ്യൂവിന് വേണ്ടി വന്നു. പുള്ളി ഒരു മാഷാണ്. ഇത് പുള്ളി ഒരു ക്ലോസ്ഡ് ഒരു റൂമിനകത്ത് നിന്നിട്ട് പുള്ളി പറയുന്ന കാര്യമാണ്. പുള്ളി വളരെ, എനിക്ക് തോന്നിയ പുള്ളി വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ കുറവ് സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മനുഷ്യനാണ്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയ അദ്ദേഹം ആ നിന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ റൂമിൽ ഇരുന്ന ഒരു ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പലരും എന്താ പറയണ്ടേ എക്സ്പ്ലോർ ചെയ്യും. സിനിമയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സിനിമയെ അദ്ദേഹം വളരെ സീരിയസ് ആയി കാണുന്നത് കൊണ്ടാണ് ഞാനതൊന്ന് ഇന്റർവ്യൂ ചെയ്തു. സിനിമയെ നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതൊരു ജോലിയായിട്ട് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് സിനിമയെ അത്രയും സീരിയസ് ആയി കാണുന്നത് കൊണ്ടുള്ള പ്രതിഷേധം കൂടി ഉണ്ട് പുള്ളിക്ക്, മനസ്സിലായില്ലേ? ഇങ്ങനെയാണോ സിനിമ ചെയ്യുന്നത്, ഇങ്ങനെയാണോ ഇതായിരുന്നത്? അത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വരെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എത്രയോ പേരെ, എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ എന്ത് കുന്തും സിനിമയാന്ന് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അച്ഛൻ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അത്തരത്തിലെ അഭിപ്രായത്തിനെ ഞാൻ പിന്നീട് മനസ്സിലാക്കി. നമ്മൾ അങ്ങനെയുള്ള വൺ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എനി ക്രിറ്റിസിസം അതിന് നമ്മൾ വെൽക്കം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഞാൻ അശ്വന്തിനോട് അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഡിസ്ട്രക്റ്റീവ് ആവാൻ പാടില്ല, പേഴ്സണൽ ആവാൻ പാടില്ല എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ചില കാര്യങ്ങൾ ഭയങ്കര ഡിസ്ട്രക്റ്റീവ്, ആൾക്കാർക്ക് വേദന ഉണ്ടാവില്ല. അത് പുള്ളിയുടെ വിഷയമല്ല. ഓക്കെ, പുള്ളിയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് പുള്ളി റിവ്യൂ ചെയ്യുന്നത്. അതിനൊരു ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് കൺസ്ട്രക്റ്റീവ് ആവണോ ഡിസ്ട്രക്റ്റീവ് ആവണോ എന്നുള്ളതൊക്കെ അയാളുടെ ചോയ്സാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് ഞങ്ങൾ ആ ഇന്റർവ്യൂവിന് ശേഷം ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട്. ചില പടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എവിടെയൊക്കെയോ ഞങ്ങൾ തമ്മിലൊരു പല പല കാര്യങ്ങളിലും കണക്റ്റ് ആവാൻ തുടങ്ങി. കാരണം പുള്ളി ഒരു ജെന്യുവൻ സിനിമ ലവറാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല സിനിമകളെ കുറിച്ച് നല്ലത് പറയാറില്ലേ? ഉണ്ട്. മോശം സിനിമകൾ വരുമ്പോൾ പുള്ളി വളരെ ഇത് മോശമായി പറയുന്നു. അതിൽ മുക്കാലോളം പകുതി സിനിമകൾ എൻ്റെ സിനിമകളെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് അശ്വതിനോട് പേഴ്സണലായിട്ടൊരു പ്രശ്നം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. പുള്ളി എന്നോട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ആ സൗഹൃദം ഉള്ളതുകൊണ്ട് അതിനുശേഷം ഇറങ്ങിയ സിനിമയെ പറ്റി മോശം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ അച്ഛൻ മരിച്ചത്, എൻ്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളിയുടെ അച്ഛൻ എൻ്റെ നെക്സ്റ്റ് ഡേ മരണപ്പെട്ടു. അപ്പോൾ അത് ആ സമയത്തൊക്കെ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി.
കുറച്ചായി ഞങ്ങൾ എല്ലാവരും ചില ദിവസങ്ങൾ രാത്രി തന്നെ ഫോൺ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സാവു ചേട്ടനും അശ്വിനൊക്കെ വിളിച്ചുള്ള സമയം തന്നെ ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊരു വേറെ തന്നെ ഒരു ബന്ധമാണ്, മനസ്സിലായില്ലേ? അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ചില യുണീക്കായിട്ടുള്ള സൗഹൃദങ്ങളാണ്. കാരണം അതൊരു റെസ്പെക്റ്റും കൂടെ ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. അയാൾ പറയുന്ന വെച്ചിട്ടല്ലല്ലോ എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അയാൾ പറയുന്നത് എൻ്റെ സിനിമയെ കുറിച്ചാണ്. പറഞ്ഞോട്ടെ, നാളെ എൻ്റെ വള ഇറങ്ങിയ സമയത്ത്, ഡിറ്റക്റ്റീവ് ജ്വല്ലൻ ഇറങ്ങിയ സമയത്ത്, വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് അശ്വത് നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലോ. മോശ സിനിമ വരുമ്പോൾ അദ്ദേഹം പറയട്ടെ. അതിനെ ഞാൻ പേഴ്സണലായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ എന്ന മനുഷ്യൻ ഭയങ്കര താഴെയായി പോകുന്നതാണ് എൻ്റെ തോന്നൽ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പുള്ളി അതിനകത്ത് മാധവനെ പറ്റി പറഞ്ഞ മാധവ് ഒരു സാധനം ചെയ്ത സമയത്ത് അങ്ങനെ ഒരു അലിഗേഷൻ പോലെ പുള്ളി കാശ് വാങ്ങിക്കുന്നു പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര പുള്ളിയുടെ ഔട്ട് ബേസ്റ്റ് ആണ് പുള്ളി കാണിച്ചത്. പുള്ളി അങ്ങനെ പൈസ വാങ്ങിക്കാതിരിക്കുന്ന ആളാണെന്നാണ്, പൈസ വാങ്ങിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ അത്യാവശ്യം എനിക്ക് അറിയുന്ന ഒരാളാണ്. പുള്ളി അങ്ങനെ പൈസ വാങ്ങിക്കാറില്ല. പക്ഷെ മാധവൻ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു. പുള്ളി അത് റിയാക്ട് ചെയ്തു അതിന്റെ. പക്ഷെ ആ റിയാക്ട് ചെയ്ത രീതി എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് അതിനോട് എതിർപ്പുണ്ട്. ഇപ്പം ഞാൻ അശ്വതിനോട് നേരിട്ടാണെങ്കിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, കാരണം അബ്യൂസീവ് ആയിരുന്നു, ചില ചീത്തകൾ പറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുമല്ലോ, നീ അങ്ങ് അത്രയും പറയേണ്ടിയിരുന്നില്ല, നീ അങ്ങനെ ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമല്ലോ, അതായത് തോന്നിക്കും. പക്ഷെ പറഞ്ഞത് അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞതായിരിക്കും. കാരണം അത് അലിഗേഷൻ വരുന്ന സമയത്ത് അയാൾക്കല്ലേ മനസ്സിലാവും അയാൾ എത്രത്തോളം വിഷമത്തിലാണ് അത് പറഞ്ഞിട്ടുണ്ടാവും. അതിന് ജസ്റ്റിഫൈ ചെയ്യാനും പറ്റില്ല. മാധവ് പറഞ്ഞതിന്റെ ഭാഗത്തും തെറ്റുണ്ട്, പുള്ളി അശ്വന്ത് റിയാക്ട് ചെയ്തതിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ശരിയും തെറ്റുമൊക്കെ സബ്ജക്റ്റീവാണ്. അവർക്ക് അത് അവർ തമ്മിലായിക്കോട്ടെ. എന്നെ പറ്റി നല്ലത് പറഞ്ഞത് കൊണ്ട് ഇതിൽ നല്ലത് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് വേറൊരാളെ മോശം പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദമൊന്നും കിട്ടിയിട്ടില്ല. കാരണം അപ്പുറത്ത് എനിക്കൊരു സഹോദരനെ പോലെയാണ് മാധവ്. അപ്പോൾ മാധവന് അതിനകത്ത് മോശം പറഞ്ഞപ്പോൾ എല്ലാം ഇത്രയും ചീത്ത വാക്കൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏട്ടനടക്കം ഈ ഇന്റർവ്യൂ അയച്ചു തന്നു. ഏട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, ഏട്ടൻ എനിക്ക് സ്മൈലി കിട്ടുന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അപ്പുറത്തെ ഒരാളെ പറ്റി നല്ലത് പറയുമ്പോൾ ഇപ്പുറത്തെ ഒരാളെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി മോശം പറഞ്ഞതിൻ്റെ ഇടയിലാണല്ലോ എന്നെ പറ്റി നല്ലത് പറഞ്ഞത്. അത് ഞാൻ അതുകൊണ്ട് ആസ്വദിച്ചൊന്നുമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും അശ്വന്ത് അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അശ്വന്തിന് മെസ്സേജ് അയക്കണം, വല്ലപ്പോഴും മെസ്സേജ്. പിന്നെ ഞാൻ അശ്വന്തിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം ഒരേ നാണയത്തിൽ മറുപടി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, അവൻ പറഞ്ഞതിന് വേണം നമുക്ക് ക്ഷണിച്ചു കൊടുക്കാം. അശ്വന്തിന് ആ സമയത്ത് തോന്നിക്കാണോ അത് അങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അശ്വന്റെ ചോയ്സ്. പക്ഷെ അത്തരത്തിൽ റിയാക്ട് ചെയ്തതിനോട് എനിക്ക് ഭയങ്കര ഒരു വിഷമം. എനിക്കറിയാവുന്ന, എനിക്ക് മാധവനേക്കാളും എനിക്ക് ബന്ധമുണ്ട് അശ്വന്തുമായിട്ട്. അപ്പം മാധവനേക്കാളും എനിക്ക് സൗഹൃദമാണ്. മാധവനെ എനിക്ക് വലിയ പരിചയമില്ല. ഗോകുലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, പക്ഷെ അതിനറിയില്ല. പക്ഷെ അശ്വന്തിനോട് എനിക്ക് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ അശ്വന്തിന് അങ്ങനെ പറഞ്ഞപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണമായിരുന്നു. പക്ഷെ ചില ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ സുഹൃത്തായതുകൊണ്ട് എനിക്ക് വിഷമം തോന്നി, ഇത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ പക്ഷെ പറഞ്ഞതല്ലേ, എപ്പോഴും ഒരു അവസാനം വരുമ്പോൾ എന്തായാലും ഇത് കാണുമല്ലോ. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞു, അത് അവസാനിച്ചു. പറഞ്ഞത് പറഞ്ഞു, അത് തിരിച്ചൊന്നും എടുക്കാൻ പറ്റൂല. അതത്രേ ഉള്ളൂ, അതോടെ അവസാനിച്ചു. സിനിമ പിന്നെ ബാക്കിയുള്ള സൗഹൃദം എന്തായാലും അത് സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദമാണ്. ബാക്കി പുള്ളിയുടെ ജോലി ചെയ്യും. സിനിമകൾ വരുമ്പോൾ പുള്ളി പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലിസ്റ്റിന്റെ ഇതിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ലിസ്റ്റിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, അളിയനെ പറ്റി ഇത്. അപ്പം ഞാൻ പറഞ്ഞു, അളിയനെ പറ്റി ഒരാൾ നല്ല വാക്ക് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം മൈക്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പൊട്ടനെ പറ്റി വേറൊരു പൊട്ടൻ അല്ലെങ്കിൽ വേറൊരു മരംപൊട്ടൻ പറയുന്നത് കേട്ടിട്ട് ആനന്ദമായിരുന്നില്ലേ ലിസ്റ്റിൻ സ്റ്റീഫൻ നിങ്ങൾക്ക്? ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു. അതൊരു സുഹൃത്തിനെ പറ്റി നല്ലത് പറഞ്ഞതിനുള്ള ആനന്ദമായി തോന്നിയില്ല എനിക്ക്. അത് അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ റിവ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പേഴ്സണൽ അറ്റാക്ക് ആയിരുന്നാൽ മാത്രം മതി. നല്ല സിനിമയാണെങ്കിൽ നല്ലത് പറയാം, മോശം പറയാം, അതൊന്നും നോ ഇഷ്യൂ. പേഴ്സണൽ അറ്റാക്ക് ചിലപ്പോൾ നമുക്ക് വരുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര സിനിമയെ കുറിച്ച് അപ്പോൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അഭിനയത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അജു ഒക്കെ അഭിനയത്തിൽ സാധനം പിടിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, അശ്വന്തിന്റെ റിവ്യൂ കൊണ്ട് തന്നെ ഇപ്പൊ റിവ്യൂ എപ്പോഴും റിവ്യൂ ബോംബിങ് കൊണ്ട് മാത്രം മലയാള സിനിമ ഇതായിട്ടൊന്നുമില്ല. അശ്വന്ത് മോശം പറഞ്ഞ റിവ്യൂ ഉള്ള സിനിമകൾ, സൂപ്പർ ഹിറ്റായ സിനിമകളൊക്കെ ഉണ്ട്, ഭീഷ്മപർവ്വം ഉൾപ്പെടെ. അശ്വന്തിന് ഇപ്പോഴും തെറി കേൾക്കുന്ന സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു, പേരെടുത്ത് പറയണില്ല. പക്ഷെ നല്ല സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അശ്വന്ത് പൈസ വാങ്ങിയിട്ടല്ലേ പറയണെന്നുള്ള, അത് കുറെ കേട്ട് കഴിയുന്ന സമയത്ത് ആൾക്കാർക്ക് ദേഷ്യം വരും. താഴെ വന്നിട്ട് കമന്റ് ചെയ്യും, നീ പൈസ വാങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽ അശ്വന്ത് ഒരു ചില്ലി കാശ് വാങ്ങാത്ത ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അശ്വന്ത് ഒരു പൈസയും അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല.
അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ ആൾക്കാർ നിരന്തരമായ അശ്വന്തിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എക്സ്പ്ലോർഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അതിന് റിയാക്ട് ചെയ്യുന്ന രീതി ചില റിവ്യൂസ് ഉണ്ട്, അവരൊന്നും എനിക്കൊന്നും സീക്രട്ട് ഏജന്റ്, അവനൊക്കെ എന്റെ ഫ്രണ്ടാണ്, അവരാരും അങ്ങനെ പൈസ ഒന്നും വരും, പക്ഷെ അവർ സത്യസന്ധമായിട്ട് എന്റെ അറിവിൽ അങ്ങനെ പണം വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്റെ അറിവിൽ എനിക്കറിയാവുന്ന, എനിക്ക് അശ്വന്തിനെ പറ്റി മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവരെ വെച്ച് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് പറയുന്നു. അശ്വന്ത് എന്തായാലും പൈസ വാങ്ങിച്ചിട്ട് ഇന്നേവരെ ഒരു റിവ്യൂ ചെയ്തതായിട്ട് എൻ്റെ അതിന്റെ ഇന്റർവ്യൂ മറ്റേ ഇങ്ങനത്തെ റിവ്യൂസ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പേഴ്സണൽ അറ്റാക്ക് മാത്രം അത് നമുക്ക് വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുമല്ലോ, അതേ ഉള്ളൂ. അല്ലാത്ത ഞാൻ മിക്കവാറും പടങ്ങളിലെല്ലാം കാണും. ചിലത് നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത പടങ്ങൾ ചിലപ്പോൾ പുള്ളി നല്ല റിവ്യൂ പറയുമ്പോൾ നമ്മൾ പോയി കാണാൻ തോന്നും, പക്ഷെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവുന്നില്ല അതിനകത്ത്. ഞാനൊരു പടം കാണുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് നോക്കുന്ന റിവ്യൂ അശ്വന്തിന്റെ റിവ്യൂ ആണ്. അത് സത്യമാണ്, അതിനപ്പുറം ഇതിപ്പുറമില്ല. നമ്മൾ ആദ്യം പോയി നോക്കുന്നത് അതിൽ മിക്ക 90% അതെൻ്റെ സിനിമ ആയിക്കോട്ടെ, എനിക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങളോട് ചില നല്ല സിനിമകളെ കുറിച്ച് പുള്ളി പറഞ്ഞതിനെ വെച്ച് നോക്കിയാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 80% പുള്ളിയുടെ റിവ്യൂവിനോട് യോജിപ്പുള്ള ആളാണ്. പല ആ യോജിപ്പാണ് പുള്ളിയുടെ എക്സിസ്റ്റൻസും. അത് ശരിയായത് കൊണ്ടാണ് ആൾക്കാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഇതിലെ ഒരുപാട് ബന്ധങ്ങളുടെ നീ ഇത് ചോദിച്ചു കാണിച്ചത് കൊണ്ട് ഇത്രയും ഉത്തരം പറഞ്ഞത്, മനസ്സിലായി? നീ ആ വീഡിയോ കാണിച്ചോണ്ട്. താങ്ക് യു. പിന്നെ അതിൽ ഏറ്റവും എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് നമുക്കത്, എനിക്കറിയാം അച്ഛന് എത്രത്തോളം പുള്ളിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പുള്ളി അച്ഛൻ്റെ എത്ര വലിയ ഫാനാണെന്നറിയാം. അപ്പം നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. മനസ്സിലായില്ലേ? ഇവർ വ്യൂവേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും നമ്മളോട് വിയോജിപ്പോ വെറുപ്പൊന്നുമില്ല, ഇവരെ നമ്മളങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത്തരം കേസിൽ വരുമ്പോൾ ഇന്നത്തെ കാലം മാറി, എല്ലാവരും റിവ്യൂവേഴ്സ് ആയിരുന്നു, എല്ലാവരും മൈക്കോട് നടക്കുക. അപ്പം നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യുക. ഇതുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞ പോലെ അശ്വന്തിന് റിവ്യൂ ഇട്ട് മാറിയത് ആക്ടേഴ്സ് വരുന്നുണ്ട്, അജു ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ. ഇവർ റിവ്യൂസ് കൊണ്ട് നമ്മൾ ആക്ച്വലി ഇമ്പ്രൂവ് ആവുകയുള്ളൂ. നമുക്കൊരു വാശി വരും, അടുത്തൊന്നും നല്ല ചെയ്യണം, കാണിക്കണം. എനിക്ക് അങ്ങനെ വാശിയൊന്നുമില്ല, പക്ഷേ അങ്ങനെ വാശിയുള്ള ആൾക്കാർ എനിക്കറിയാം. ചെയ്യാനും നന്നായി ചെയ്യണം, നന്നാക്കണം എന്നുള്ളത് കൊണ്ട്. സോ ഒരു രീതിയിൽ അത്തരത്തിലുള്ള റിവ്യൂയിങ്ങും ഇത്തരത്തിലുള്ള ഫിൽട്രേഷനൊക്കെ നല്ലതാണ്. സോ ദാറ്റ് ആൾക്കാർ ബെറ്റർ ഫിലിംസുമായിട്ട് മുന്നിൽ വരും. ഇവരെയൊക്കെ പേടിച്ചിട്ട് ഇവരെ മുന്നിലൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശി വരും. സോ ഇത് ഈ റിവ്യൂ സിസ്റ്റം ഒക്കെ ഞാൻ അതിനെ അടിച്ചാക്ഷേപിക്കില്ല. റിവ്യൂ ബോംബിംഗ് ഒക്കെ കാരണം റിവ്യൂ ബോംബിംഗ് ചില രീതിയിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. ചിലപ്പോൾ പേടിച്ചിട്ട് നല്ല പടങ്ങൾ എടുക്കാൻ പക്ഷെ ഇപ്പൊ റീസെന്റ് പറയണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ പൊതുവെ സിനിമ അഭിനയം കുറച്ചു, ഫുള്ള് സ്റ്റേജ് ഷോ, അഡ്വർടൈസ്മെന്റ്. കാരണം ധ്യാൻ ചേട്ടൻ കാരണം ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസറിന് ഒരു അഡ്വർടൈസ്മെന്റ് വരാറുള്ള ഒരു കൊളാബ് എല്ലാത്തിലും ധ്യാൻ ചേട്ടൻ. ഞാൻ കൊടുങ്ങല്ലൂരിൽ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തായിരുന്നേ, നമ്മൾ നോർമലി സ്പോട്ടിഫൈ വെക്കും, എന്നെ പ്രീമിയൊന്നും അല്ല, അപ്പൊ ഇടയ്ക്ക് ആഡ് വരും, ഫുള്ള് ധ്യാൻ ചേട്ടൻ്റെ ആഡ്. പിന്നെ മറ്റേ ബോർഡിലൊക്കെ കണ്ടിട്ടില്ലേ സെപ്റ്റി ടാങ്ക്? കഴിഞ്ഞ ദിവസം ഞാൻ ഷൈൻ ചേട്ടന് ഒരു ഇന്റർവ്യൂ എടുത്തു, ധ്യാൻ ചേട്ടനായിട്ട് ഒരു ബന്ധമില്ല, അവിടെയും ധ്യാൻ ചേട്ടൻ. സെപ്റ്റിക് ടാങ്ക് മുതൽ സ്പോട്ടിഫൈ വരെയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ കുറച്ച് കാണണ്ട. സെപ്റ്റിക് ടാങ്ക് ഇല്ലെങ്കിൽ ഇവിടെ പല കാര്യം, സ്പോട്ടിഫൈ ഇല്ലെങ്കിലും ജീവിക്കാം. സെപ്റ്റിക് ടാങ്ക് ഇവിടെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇടക്കിടക്ക് നിങ്ങളിങ്ങനെ കിടിലം പരസ്യമാണ്. കാരണം എസ് കുമാറാണ് ആ പരസ്യം ഷൂട്ട് ചെയ്തത്, അറിയാമോ? വെറ്ററൻ ലെജൻഡറി DOP എസ് കുമാറാണ് ആ പരസ്യം ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ കസിൻ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആർട്ട് ഫിലിം മേക്കറാണ് ആ പരസ്യം ചെയ്യുന്നത്. സെപ്റ്റിക് ടാങ്കിന് ആവശ്യകതയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ കറക്റ്റ് ഇലക്ഷൻ ടൈമിൽ എല്ലാവരും ബോർഡ് വെക്കുമ്പോ കറക്റ്റ് ഏത് തള്ളുണ്ടാകും. അത് ആദ്യം ഞങ്ങളുടെ ബോർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, സെൽസറിന്റെ. ഓക്കെ, ഇത് ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്കിന്റെ ബോർഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് LDFന്റെ ബോർഡ് വയ്ക്കുന്നത്. അത് വെച്ചവനെ വേണം അവിടെ പിടിച്ച് അടിക്കാൻ. കാരണം ഓൾറെഡി അതെനിക്ക് തോന്നുന്നു LDFനെതിരെ നിൽക്കുന്ന ഏതോ ഒരു പാർട്ടി, ഓപ്പോസിഷൻ പാർട്ടിക്കാരനാണ് അത് ഒട്ടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാണ്ട് മനഃപൂർവ്വം ചെയ്ത പണി കൊടുത്ത പോലെ എനിക്ക് തോന്നി. അടുത്തൊരു 6 വർഷം CM ആവാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കലുമില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ കിട്ടു. അത് നമ്മളെപ്പോഴും ഓർക്കണ്ടേ, കാണുമ്പോഴല്ലേ നമ്മളെപ്പോഴും ഓർക്കുള്ളൂ. കാരണം ധ്യാൻ ചേട്ടൻ ഇത്ര വർഷമായിട്ട് ഒരിക്കലും ഞാൻ അറിഞ്ഞതെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. ബിക്കോസ് ഞാൻ വളരെ നാഷണൽ ഹൈവേ അല്ലേ അങ്ങോട്ടാ, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴിക്കുള്ള ഹൈവേയില്. ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധനം എൻ്റെ അറിവോടുകൂടിയാണ് ഞാനത് സമ്മതിക്കില്ല. പക്ഷെ കണ്ടപ്പോൾ ഒരു തമാശ തോന്നി. പക്ഷെ അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഫ്ലക്സ് വെച്ചവൻ ഒന്നുകിൽ UDF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരിക്കും. ഒരിക്കലും ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് ജനങ്ങള് ധ്യാൻ ചേട്ടൻ ഇതേപോലെ സത്യപ്രതിജ്ഞ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രണ്ട് റോയിൽ നവ്യ ചേച്ചി ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റോ നീ വരണം. ബിഗ് ബോസ് ഒന്നും എല്ലാ സാരി എടുത്ത് വരിക എന്നുള്ള മാത്രമേ. ഡ്രസ് കോഡ് സാരിയാണ്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം ഞങ്ങൾ ചാറ്റ് ജിപിടിനോട് പറഞ്ഞിട്ട് ചാറ്റ് ജിപിടി ഞങ്ങൾ പെട്ടെന്ന് അതൊക്കെ ഇത് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നുണ്ടാക്കിയതാ പ്രോംപ്റ്റ് എടുത്തിട്ട്. നവ്യ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് ആൾക്കാരൊന്നുമല്ലല്ലോ. ഞാനവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ധ്യാൻ ചേട്ടനും തൊട്ടടുത്ത് നിൽക്കുന്ന മന്ത്രിസഭയിലുള്ള ആൾക്കാരുണ്ടാവല്ലോ. അജു, അഭിഷേക്, അവരെ കിട്ടിയില്ല. ധ്രുവ്. ഇത് മദ്യപാന ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. മദ്യപാന ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ആണ് ഉദ്ദേശിച്ചത്. നല്ല ഇതൊക്കെ ഒരു ആവും. ആവട്ടെ, കണ്ടില്ല എന്ന് വേണ്ട. ഇങ്ങനെ പറഞ്ഞ് ആവുന്ന ലോകത്തിൽ ആദ്യത്തെ സീൻ പറഞ്ഞ് ആവും. ആ, എന്നിട്ട് വേണം ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് വരാൻ. ശുപാർശ ഞങ്ങളിപ്പോ ശുപാർശയ്ക്ക് തന്ന ബന്ധത്തിന്റെ പേരിൽ സ്വീകരിക്കും. ലാൽസലാം വോട്ടിങ് ഏത് ചിഹ്നം കൂടെ ഡിസൈഡ് ചെയ്യണം. ചിഹ്നം ഓൾറെഡി നമ്മുടെ ഉണ്ടല്ലോ. ചിഹ്നം ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം അറിയില്ലേ? അതറിയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ഒരുപാട് ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോ ഇപ്പൊ റീസെന്റ് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ഒരു ദാമ്പത്യ ബന്ധം കൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനാണല്ലോ ധ്യാൻ ചേട്ടൻ. ചേട്ടൻ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ നല്ലൊരു സക്സസ്ഫുൾ ദാമ്പത്യ ബന്ധം എങ്ങനെ കൊണ്ടുപോകണം? അത് എനിക്കറിയെങ്കിൽ ഞാനത് ചെയ്യില്ലേ. അതൊരു ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതൊരു എന്താ പറയണ്ടത്, അഡ്വൈസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും എവറി റിലേഷൻഷിപ്പ് ഇസ് ഡിഫറെന്റ്. അതിനൊരു പൊതുവായിട്ടൊരു അഡ്വൈസ് സത്യം പറഞ്ഞാൽ ഇല്ല. അത് നമ്മുടെ അനുഭവങ്ങളോടെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഓരോ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ് ഭയങ്കര വ്യത്യാസമാണ്. ഒരു ജനറൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ദാമ്പത്യം എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനെ, എന്നിട്ട് അവൻ പറഞ്ഞിട്ട് വേണം നീ പറഞ്ഞിട്ട് കേൾക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പറയാണ്, നോ അഡ്വൈസ്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ നിന്ന് പറ്റുന്ന വീഴ്ചകൾ പറ്റുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുക. അത്രേ ഉള്ളൂ. ഇതൊരു എന്താ പറയണ്ടേ, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, വലിയ പ്രോസസ്സാണ്. ഇപ്പൊ തെലുങ്കില് കലിംഗ അല്ലേ? അല്ല, കലിംഗ. കലിംഗയില് ധ്യാൻ ചേട്ടന് ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. പഴയ ധ്യാൻ ചേട്ടൻ തിരിച്ചു വന്നു. അല്ലേ എല്ലാം ഏയിലേ ആവുന്നുള്ളൂ. ഏയില് CM ആയി, ഏയില് മെലിഞ്ഞു. ലാസ്റ്റ് ആയിട്ട് ധ്യാൻ ചേട്ടന്റെ ഫ്രണ്ട് ഇപ്പൊ ബേസിൽ ചേട്ടൻ തെലുങ്കില് പടം ചെയ്യാൻ പോണേ. തെലുങ്കിലല്ലോ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര കൊല്ലം എനിക്കറിയാം പടം ചെയ്യാൻ പോണ. അവൻ പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. എന്താ അതിനെ കുറിച്ച് ധ്യാൻ ചേട്ടന് അതിൽ കഥ മൊത്തം പറയണം? കഥയൊന്നും പറയണ്ട. കഥയും കൂടെ, കഥയൊന്നും എന്നോട് വേറെ ആരോട് പറഞ്ഞാലും എന്നോട് പറയൂല കഥ. അല്ല, അത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ചങ്ക്, നമ്മുടെ ബഡ്ഡിയല്ലേ അവൻ. നമ്മുടെ തിരയിൽ വരുന്നു. അവൻ ഇത്രയും വലിയൊരു സിനിമ, വലിയ സിനിമയല്ലേ, ഏത് സിനിമ എന്നുള്ളതല്ല, അവർ വേറൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നെന്ന് പറയുന്നത് അല്ലു അർജുൻ തന്നെ. അതൊന്നും ഞാൻ അവന്റെ തൊപ്പിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആരുടെ തൊപ്പിയാ, അവന്റെ തൊപ്പി വല്ലതും ആണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവന്റെ അടുത്ത് നിൽക്കുന്ന നമ്മളെ പോലത്തെ, അല്ലെങ്കിൽ അവന്റെ കൂടെ തുടങ്ങിയ ആൾക്കാരാണല്ലോ, നമ്മുടെ ഒരുമിച്ച് വന്ന ആൾക്കാരല്ലേ. അതിനപ്പുറത്തേക്ക് എന്താണ് സന്തോഷം? വഴിയെ ഞാനും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടോളിവുഡ്, ഞാൻ ബോളിവുഡ് പോയിരുന്നിരിക്കും. ഇതേപോലെ ഒരു തൊപ്പി ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും വിവാഹിന് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഭാവിയിൽ കേരളത്തിന്റെ ഒരു CM ആയിട്ട് ധ്യാൻ ചേട്ടൻ മാറട്ടെ. ഇതൊക്കെയാണ് ആശംസ. പറഞ്ഞിരുന്ന ആൾക്കാർ CM ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.